ദക്ഷിണ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ഗർഭസ്ഥ ശിശുക്കളെയും അമൂല്യമായ ജീവനെയും പ്രഘോഷിച്ച് 2 ലക്ഷത്തിലധികം ആളുകളുടെ പങ്കാളിത്തത്തോടെ പ്രോ ലൈഫ് റാലി മാർച്ച് 29 ശനിയാഴ്ച അരക്യുപ്പയിൽ നടന്ന 18ാമത് ലൈഫ് ആൻഡ് ഫാമിലി പരേഡിൽ ക്രൈസ്തവ വിശ്വാസികൾ ഒരേ ഹൃദയത്തോടെ ഒന്നിച്ചുകൂടുകയായിരുന്നു. 2006 മുതൽ അൺബോൺ ചൈൽഡ് ഡേ എന്ന പേരിൽ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രത്യേക ദിനാചരണം നടത്തിവരുന്നുണ്ട്. 2025 റാലിയിലും 10,000 പങ്കെടുത്തു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ എല്ലാ മനുഷ്യജീവനും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു നടന്ന റാലിയിൽ ബാനറുകൾ, മുദ്രാവാക്യ വിളികളുമായി കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ അണിനിരന്നു. മിറാഫ് ലോറൻസ് ജില്ലയിലെ മെയ്റ്റ കാപ്പ സ്ക്വയറിൽ 3 മണിയോടെ ആരംഭിച്ച റാലി അരക്യുപ്പയുടെ ചരിത്രപരമായ പ്രധാന തെരുവീതികളിലൂടെ പര്യടനം നടത്തി സാന്താ കാറ്റലീന സ്ട്രീറ്റിൽ അവസാനിച്ചു. കത്തോലിക്ക ഇടവകകൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സിവിൽ അസോസിയേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പ്രൊഫഷണൽ അസോസിയേഷനുകൾ, സർവകലാശാല എന്നിവയിൽ നിന്നുള്ളവരെല്ലാം ജീവന്റെ മഹത്വം പ്രഘോഷിച്ച് റാലിയിൽ അണിചേർന്നു. അരക്യുപ്പ ആർച്ച് ബിഷപ്പ് ജാവിയൻ ഡെൽ റിയോ റാലിയിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്തു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയുടെയും മനുഷ്യജീവന്റെ അന്തസ്സ് സംരക്ഷിക്കുന്ന ഒരു നഗരത്തിന്റെ പൊതു സാക്ഷ്യമാണിതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പരേഡിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ജീവൻ നീണാൾ വാഴട്ടെ, കുടുംബം നീണാൾ വാഴട്ടെ, യേശുക്രിസ്തു നീണാൾ വാഴട്ടെ എന്ന വാക്കുകളോടെയാണ് ആർച്ച് ബിഷപ്പ് സന്ദേശം ചുരുക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.